കേരളത്തിലേക്കുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. അറസ്റ്റിലായ ബംഗ്ലാദേശ് സ്വദേശിനി തസ്ലിമ ബീഗത്തെ കസ്റ്റഡിയിൽ വീണ്ടും ചോദ്യം ചെയ്യും. ബംഗ്ലാദേശികൾക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ചു നൽകുന്നവർക്കെതിരെയും അന്വേഷണം നടത്തും. കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, കഴിഞ്ഞ ദിവസം ഈ തസ്ലിമ മൊഴി നൽകിയത് ഇങ്ങനെയായിരുന്നു: ജോലി അന്വേഷിച്ചാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണ്. പക്ഷെ പോലീസ് ഇത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് ഇപ്പോഴും സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. മാത്രമല്ല, ഈ തസ്ലിമയുടെ കൂട്ടാളി അല്ലെങ്കിൽ സഹായി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും വ്യാജ തിരിച്ചറിയൽ രേഖകൾ അടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? പോലീസിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, ഈ ബംഗ്ലാദേശ് സ്വദേശിയായിട്ടുള്ള തസ്ലീമ, ഒപ്പം തന്നെ ഇവരുടെ സുഹൃത്ത് ബീഹാർ സ്വദേശിയായിട്ടുള്ള ശാക്തികുമാർ എന്നിവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ടാണ് പോലീസ് ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും ഇവരിൽ നിന്ന് അറിയേണ്ടത് ഇവർ ബംഗ്ലാദേശിൽ നിന്ന് എങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു, ഒപ്പം തന്നെ ഇതിനെല്ലാം ആരെല്ലാം സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, ഇവർ എങ്ങനെയാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം NIA-യും ഒപ്പം തന്നെ IB-യും ATS-ഉം അടക്കമുള്ള ആളുകൾ അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലുകൾക്ക് പുറമെയാണ് വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ എങ്ങനെയാണ് ഈ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ല. ഇവർ നൽകിയിട്ടുള്ള മൊഴി എന്നുള്ളത് ഇവർ ജോലി അന്വേഷിച്ചാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഈ തസ്ലിമയ്ക്ക് പുറമെ ഒരു സ്ത്രീയും മറ്റൊരു പുരുഷൻ കൂടി ഇവരോടൊപ്പം കൽക്കട്ടയിലേക്ക് എത്തിയിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ബംഗ്ലാദേശിൽ നിന്ന് ആദ്യം ബോട്ട് മാർഗം കൽക്കട്ടയിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്നുമാണ് കേരളത്തിലേക്ക് എത്തിയത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇവരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് തസ്ലിമ മാത്രമാണോ, ഇതിനു പുറമെ വീണ്ടും വേറെയും ആളുകൾ വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു കൂട്ടം ആളുകളായിട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് വന്നിട്ടുണ്ടോ എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ വരുന്ന സംഘങ്ങൾക്ക് ഇവർ ജോലി അന്വേഷിച്ച് മാത്രമാണോ വരുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് നേരിട്ട് എന്തെങ്കിലും പങ്കുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇവരെ ATS-ഉം NIA-യും ഒപ്പം തന്നെ IB-യും ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ബംഗ്ലാദേശികൾക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുക തന്നെയാണ്. കാരണം ഈ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം ഇങ്ങനെ തുടരുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിരുന്നു. പക്ഷെ കേരളത്തിന് ഇതിന് പിഴവ് വന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് നൽകുക എന്ന് പറയുന്നത് കേരളത്തിൽ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ പലയിടത്തായി നമുക്ക് ശ്രദ്ധയിൽപ്പെട്ട കാര്യവുമാണ്. പക്ഷേ ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. ഏതായാലും വളരെ വിപുലമായ അന്വേഷണം, വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ.